എൻ്റെ പേര് സ്വാതി. ഞാൻ ബി.എസ്.സി അപ്ലൈഡ് ഫിസിക്സ് ഗ്രാജുവേറ്റഡ് ആണ്. അപ്പൊ അതിനുശേഷം കുറഞ്ഞ ഡ്യൂറേഷനിൽ ചെയ്യാൻ പറ്റിയൊരു കോഴ്സ്, അതായത് ഒരു ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് എനിക്ക് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം നല്ല കരിയർ ഗ്രോത്ത് ഉള്ള ഒരു കോഴ്സാണെന്നും കൂടി അറിയാൻ കഴിഞ്ഞു. അപ്പൊ കുറച്ചും കൂടി എനിക്ക് താല്പര്യം കൂടി അതിനെക്കുറിച്ച് അറിയാനായിട്ട്. അപ്പൊ ഞാൻ വീണ്ടും അന്വേഷണം ഇങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ഇൻഡസിന്റെ വീഡിയോ കാണുന്നത്. അപ്പൊ ആദ്യത്തെ വീഡിയോ കണ്ടു, എനിക്ക് ഇഷ്ടായി. ഞാൻ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ബാക്കി വീഡിയോകളൊക്കെ ഇരുന്ന് കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് താല്പര്യം കൂടി കൂടി വന്നപ്പോൾ ഞാൻ അവരെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ യൂട്യൂബിൽ കൊടുത്ത ഒരു നമ്പറിൽ തന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തു ഇൻഡസിലോട്ട്. അപ്പൊ എന്റെ കോൾ അറ്റൻഡ് ചെയ്തെന്ന് പറയുന്നത് മുബീന മേഡാണ്. അപ്പൊ മുബീന മേഡം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് ആ കോഴ്സിനെ കുറിച്ചിട്ട് നല്ല കൃത്യമായിട്ട് തന്നെ എനിക്ക് പറഞ്ഞു തന്നു. അതായത് ആ കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ ഡ്യൂറേഷൻ എത്ര വരും, അതിന്റെ ഫീ സ്ട്രക്ചർ എത്രയാണ്, ഇതൊക്കെ കഴിഞ്ഞ് കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന, അതായത് APCയുടെ സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡിന്റെ എക്സാമിന്റെ ഫീ എങ്ങനെയാണ്, ആ വക കാര്യങ്ങളെല്ലാം തന്നെ മുബീന മേഡം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടാക്റ്റിന് ശേഷം ഞാൻ 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. നെക്സ്റ്റ് ബാച്ചിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്തെന്ന് പറയുന്നത് 2022 അപ്പോൾ മാം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് കോഴ്സ് സ്ട്രക്ചറിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെ പോലെ തന്നെ എനിക്ക് എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കിട്ടിയിരുന്നു. അതായത് അനാട്ടമി, CPT, ICD, ഹിപ്പിക്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫുൾ കവർ ചെയ്തിട്ട് തന്നെ എനിക്ക് ക്ലാസ് കിട്ടിയിരുന്നു. മിസ്സുമാരൊക്കെ ആണെങ്കിൽ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. അവർ നമ്മളെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ പോർഷൻ കവർ ചെയ്ത് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലും ഓരോരോ ഭാഗങ്ങൾ എടുത്ത് കഴിയുമ്പോഴും അവർ അതത് ബേസിക്കിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് അയച്ചു തരുമായിരുന്നു. ക്വസ്റ്റ്യൻസ് നമുക്ക് അയച്ചു തരുമായിരുന്നു. അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു, ചെക്ക് ചെയ്യിപ്പിക്കുകയായിരുന്നു. ആ ക്ലാസ്സിൽ വെച്ച് തന്നെ ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് വന്നത്, അതെന്താണ് അങ്ങനെ മിസ്റ്റേക്കുകളൊക്കെ എന്തൊക്കെയാണോ വന്നേക്കുന്നത് അതെല്ലാം ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അത് മാത്രല്ല ഓരോ ഭാഗങ്ങൾ, ഇപ്പോൾ അനാട്ടമി, CPT, ICD അങ്ങനെ ഓരോ ഭാഗങ്ങൾ കഴിയുമ്പോൾ അതിന്റെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതായത് 1-2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞങ്ങളെ ചെയ്യിപ്പിക്കുകയായിരുന്നു. അതിന് ശേഷം കോഴ്സ് കംപ്ലീഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എക്സ്ട്രാ ഒരു 10 മോക്ക് കൂടിയിട്ട് ഞങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും APCയുടെ അതേ സ്ട്രക്ചറിൽ തന്നെയാണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായത്. കറക്റ്റ് അതേ ഡ്യൂറേഷനിൽ തന്നെ, ഒറിജിനൽ എക്സാമിന്റെ അതേ ഡ്യൂറേഷനിൽ തന്നെ നമ്മളത് ചെയ്യിപ്പിക്കാനും കൂടിയിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ഓരോ എക്സാം കഴിയുമ്പോൾ, അതായത് ഓരോ മോക്ക് കഴിയുമ്പോൾ തന്നെ നമുക്ക് സെപ്പറേറ്റ് സെക്ഷനുകൾ വെക്കാറുണ്ട്. അതായത് നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു സെക്ഷൻസ് എപ്പോഴും എല്ലാ എക്സാമിന് ശേഷം അവർ വെക്കാറുണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു, അതിന്റെ ആൻസർ നമ്മൾ എഴുതിയത് ശരിയാണോ തെറ്റാണോ, ഇല്ലെങ്കിൽ അതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഓരോ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കാര്യങ്ങള്, മാറ്റങ്ങള്, മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമുക്ക് അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ എക്സാമിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സാം ഞാനിപ്പോൾ എഴുതുന്നത് 2024 ഞാൻ എഴുതിയത്. ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ എഴുതിയത്. അപ്പൊ ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇൻഡസിലോട്ട് HR കോണ്ടാക്ട് ചെയ്തപ്പോൾ അവര് ഫീ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നല്ല എന്നോട് ആദ്യമായിട്ട് ചോദിച്ച കാര്യം. അതായത് ഞാൻ 2022 പഠിച്ച ഒരാളാണ്. 2022 പഠിച്ച ഒരാള് 2024 എക്സാം എഴുതാന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടൈം ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അവരെന്നോട് ആദ്യം അന്വേഷിച്ച കാര്യം, ഇത്രയും ടൈം ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ എക്സാം ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് പഠിച്ച കാര്യങ്ങൾ വീണ്ടും എന്തിട്ടാണ് ആദ്യം റിവൈസ് ചെയ്തിട്ടുണ്ടോ, അതായത് സെൽഫ് പ്രിപ്പറേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പറേഷൻ നടത്തിയതിന് ശേഷം ഡേറ്റ് എടുത്താൽ പോരെന്നാണ് എന്നോട് ചോദിച്ചത്. ആ ഒരു റെസ്പോൺസ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. കാരണം അവര് അത്രയും നമ്മുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതുന്ന കാര്യത്തിൽ അത്രയും കൺസേൺ ആണെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് പിന്നെ ഓക്കെ എക്സാം എഴുതാം എന്നുള്ളൊരു രീതിയിൽ എത്താണ്. അപ്പോഴും അവരന്വേഷിച്ചു, എന്താണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഡേറ്റിന് എക്സാം ഡേറ്റ്
എടുക്കാന്ന് വിചാരിച്ചാലും അതിനിടയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാം ഡേറ്റ് എടുത്തതിന് ശേഷം എക്സ്ട്രാ ഒരു 8 മോക്ക് കൂടിയിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് 2024 അല്ലെങ്കിൽ 2023 അപ്ഡേഷൻ വന്നതിന് ശേഷം എല്ലാം ഇലക്ട്രോണിക് എക്സാം ആക്കിയല്ലോ 2023 മുതൽ. അപ്പൊ ആ ബേസിക്കിൽ തന്നെയാണ് ആ 8 മോക്കുകൾ ഞാൻ ചെയ്തത്. അതായത് ഗൂഗിൾ ഫോമിൽ ഇലക്ട്രോണിക് എക്സാമിന്റെ ബേസിക്കിൽ അതേ മോഡലിലാണ് ചെയ്തിരുന്നത്. ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതിനു പുറമെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവർ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ബണ്ടിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മോക്ക് ചെയ്ത് 8 മോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ബാക്കി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അതും കൂടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് അതിനുള്ള ഒരു റെസ്പോൺസ് കിട്ടിയിരുന്നു. അതായത് നമ്മുടെ ഡൗട്ടുകളൊക്കെ അവർ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അതായത് രാത്രി വരെയൊക്കെ എനിക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എക്സാമിന്റെ തലേന്ന് 10:30 വരെയൊക്കെ എനിക്ക് അവിടുത്തെ മിസ് ശ്രീലക്ഷ്മി മിസ്സാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള എക്സാമിന്റെ കാര്യത്തില്. മിസ് എനിക്ക് നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാം ഹാളിൽ ചെന്നിട്ടുള്ളൊരു എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ എത്തിയിട്ടുള്ള ബാക്കി കുട്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ എക്സാമിന് വേണ്ട ഒരു ഫോർമാലിറ്റീസിനെ കുറിച്ചിട്ടൊന്നും എക്സാം ഹാളിൽ വരുമ്പോൾ അവിടുത്തെ ഫോർമാലിറ്റീസിനെ കുറിച്ചിട്ടൊന്നും കൃത്യമായിട്ട് ധാരണയില്ല എന്ന് എനിക്ക് തോന്നി. അതായത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമ്മൾ കൊണ്ടുവരണം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ധാരണ ഇല്ലാന്ന് തോന്നി. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ 100% ഓക്കെ ആയിരുന്നു. അതായത് തലേ ദിവസം വരെ എല്ലാ കാര്യങ്ങളും എക്സാമിന്റെയും അല്ലെങ്കിൽ എക്സാമിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു. എപ്പോഴാണ് പോണത്, പഠിച്ചു കഴിഞ്ഞു, കവർ ചെയ്തിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ 2024 ഒരു എക്സാമിന്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ പേടിച്ചത്രയും എനിക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. അതിന് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് മോക്ക് ടെസ്റ്റുകൾക്കാണ്. അവർ പ്രൊവൈഡ് ചെയ്ത മോക്ക് ടെസ്റ്റ് ആണ് ശരിക്കും ആ ടൈമിൽ തന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ എക്സാം ആ ഒരു ടൈം ഡ്യൂറേഷനിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതൊരു ആദ്യത്തെ ഒരു കാര്യമാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് ക്വസ്റ്റ്യനുകൾ കാണുമ്പോൾ അത്യാവശ്യം ഗൈഡ് ലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ഓർമ്മയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു കൂടുതലും ആ മോക്ക് ടെസ്റ്റുകൾ ഞാൻ അതിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എക്സാം പാസ്സായി. അതില് ഇൻഡസിനോട് എനിക്ക് ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട് പറയാനുണ്ട്. എന്നെ പ്രിപ്പയർ ആക്കിയതിൽ ഭയങ്കര ഒരു ഇഫോർട്ട് അവർ എടുത്തിട്ടുണ്ട്.